ദേ, നീ ഇത് കണ്ടോ? പൂജിച്ചനുഗ്രഹിച്ച് വാങ്ങിയ തിരുമാംഗല്യ താലിയ തൃപ്പങ്ങോട്ട് രാധയുടെയും കോട്ടയ്ക്കൽ മേഘനാഥന്റെയും തിരുമാംഗല്യത്തിന് അണിയിക്കേണ്ട താലി. ഞാനിത് ഇവിടെ വയ്ക്കും, സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ അനുഗ്രഹം കിട്ടാൻ. സത്യം പറഞ്ഞ എനിക്ക് നിന്നോടിപ്പം സഹതാപമുണ്ട്. എൻ്റെ പകയുടെ ഇരയായിരുന്നു നീ. ആ പകയിൽപ്പെട്ടായിരുന്നു നിന്റെ മരണം. അതുകൊണ്ട് തന്നെ നിനക്കെന്നോട് പ്രതികാരവും ദേഷ്യമൊക്കെ ഉണ്ടാവും. എൻ്റെ ആഗ്രഹങ്ങൾക്കും നിശ്ചയങ്ങൾക്കുമെല്ലാം കുറുകെ നിൽക്കുന്നത് നീയാണെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത്. അത് ശരിയായാലും തെറ്റായാലും ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇനിയെങ്കിലും എനിക്കെതിരെ നിൽക്കാതെ എന്നെ സഹായിച്ച് എനിക്കൊപ്പം നിൽക്ക് പ്ലീസ്. എൻ്റെ മകനെ, നമ്മുടെ മകനെ എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ. അതിന് വഴികാട്ടിയായിട്ട് നീ വേണം എനിക്കൊപ്പം നിൽക്കാൻ. രാധയും കാശിനാഥനും എനിക്കൊപ്പം ചേരാൻ എന്നും എപ്പോഴും സർവ്വ അനുഗ്രഹങ്ങളും നീ എനിക്ക് തരണം. തന്നേ പറ്റൂ. തരുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്ലീസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇല്ല മേഘനാഥ, ഒരിക്കലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല. ആ ജീവനാന്തം ഒപ്പം കൊണ്ടു നടക്കേണ്ട ഭാര്യയെ കൊന്നു തള്ളിയിട്ട് അവളുടെ അനുജത്തിയിലേക്ക് കണ്ണു പായിക്കുന്ന നിന്റെ ഈ ജന്മം മരിക്കും മുമ്പ് തന്നെ നരകത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാ. ചെയ്ത പാപങ്ങളുടെ നരക സഞ്ചാരത്തിന് ഒരുങ്ങാൻ നിനക്ക്. ഈ ഭൂമിയിൽ ഇനി നിന്റെ ആശകളൊന്നും സഫലമാകാൻ അനുവദിക്കില്ല ഞാൻ. രാധയെ നേടാനുള്ള നിന്റെ മോഹം മുളയിലേക്ക് അരിഞ്ഞു പോകും. എന്റെ മകനെ എന്റെ അനിയത്തി രാധ വളർത്തും. അവൾക്കിഷ്ടമുള്ള, അവൾ മനസ്സ് നിറഞ്ഞു പ്രണയിച്ച പുരുഷനോടൊത്തു തന്നെ അവൾ ജീവിക്കും. നിനക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിലെ തീപ്പൊള്ളലുകൾ മാത്രം. എന്താണോ താൻ ഓഫീസിൽ വന്ന് ഒറ്റക്കാലി താമസാണോ? താങ്ക് യു പ്രസാദേട്ടാ, താങ്ക് യു വെരി മച്ച്. ആഹാ, ഇതെന്താ മേഡം പ്രത്യേകിച്ചൊരു കാര്യമില്ലാതൊരു കൈതൊഴിലും താങ്ക് യു വെരി മച്ച് ഒക്കെ? ആര് പറഞ്ഞു കാര്യമില്ലെന്ന്? ഈ വിവാഹ തീരുമാനം ഞാൻ എടുക്കുന്നത് എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലെന്ന് പ്രസാദേട്ടന് അറിയാലോ. ആരതി മുരളി ഒന്നാവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അത്. ശരി, ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതെ, ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ പ്രസാദേട്ടന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ വേരുറപ്പിച്ച ചില ഇഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോ അങ്ങനെ മനസ്സിൽ നനച്ചു വളർത്തുന്ന ആ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്റെ ഒപ്പം നിന്ന് തന്നതിനുള്ള തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയോ എന്റെ ഈ കൈകൂപ്പലും താങ്ക് യു വെരി മച്ചും. ഏയ് പ്ലീസ്, അങ്ങനെയൊന്നും ഫോർമാലിറ്റി പറയണ്ട അഞ്ജലി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഒപ്പം ഏതായാലും ഒരു കാര്യം അഞ്ജലിക്ക് വിശ്വസിക്കാം, എന്നും എപ്പോഴും അഞ്ജലിയുടെ തീരുമാനങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. ഇത് വെറൊരു വാഗ്ദാനമല്ല, മനസ്സുറപ്പിച്ചു തരുന്ന വാക്കുറപ്പാണ്. ഈ പ്രസാദിന്റെ വാക്കുറപ്പ്. സന്തോഷമായി പ്രസാദേട്ടാ. ഈ വിവാഹത്തിന് മുമ്പ് തന്നെ പ്രസാദേട്ടൻ എന്റെ ഏതോ സ്വന്തക്കാരനാണ്.
അങ്ങനെ ഉപദേശങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്റെ മുന്നില്. നിന്നെ ഉപദേശിക്കാൻ ഇപ്പോ മുതിർന്ന ഒരാളായി ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അത് ശരി, അതിനായിരിക്കും അല്ലേ ഇപ്പോഴീ വിളിപ്പിച്ചത്. അതെ, ഇതാ കാലം അല്ല സീതമ്മേ. ഇന്നിപ്പോ റെഡിമെയ്ഡ് ആയിട്ട് അമ്മയായും അമ്മൂമ്മയായും കൂട്ടുകാരികളുമായൊക്കെ ഉപദേശങ്ങൾ തരാറുണ്ട്. അതുകൊണ്ട് ഉപദേശങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അതുകൊണ്ട് സീതമ്മ ഒരാളെ ഉള്ളൂ എന്ന വിഷമം വേണ്ടാന്നർത്ഥം. സന്തോഷം. അപ്പോഴേ ഇവിടെ നടന്ന ചടങ്ങുകളുടെ കാര്യത്തില് പൂർണ്ണത വന്നിട്ടില്ല. താലിയെട്ടി മാലയിട്ടെന്നല്ലാതെ ഒരു ചടങ്ങ് നടന്നിട്ടുമില്ല. ഒറ്റ മനുഷ്യർ അറിഞ്ഞിട്ട് പോലും ഇല്ലത്. അത് പക്ഷേ സീതമ്മേ, ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത് എന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ. ആരതി മുരളി ഒന്നാകാൻ എന്റെ വിവാഹം വഴിയൊരുക്കുമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാ. ആ കണക്ക് കൂട്ടല് വർക്കൗട്ട് ആവുകയും ചെയ്തു. അവർക്കിനി ഒന്നാകാതിരിക്കാനാവില്ല. ഒക്കെ ശരിയാണ്, സമ്മതിച്ചു. എങ്കിലും തുടങ്ങി വെച്ച സ്ഥിതിക്ക് കല്യാണത്തിന്റേതായ ചടങ്ങുകൾ നടത്തിയല്ലേ പറ്റൂ. ഇതിപ്പോ ഒരു കല്യാണം അല്ലല്ലോ, 2 കല്യാണം നടന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളെല്ലാം നടത്തണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചേടാ, ഇതിപ്പോ 2-3 തവണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നതല്ലാതെ സീതമ്മ കാര്യം എന്താണെന്ന് പറയുന്നില്ലല്ലോ. പറയാം. അതെ, മുഹൂർത്തമൊന്നും നോക്കാതെയാ നിങ്ങൾ കല്യാണം നടത്തിയത്. അപ്പോ ഇനിയുള്ള കാര്യങ്ങൾക്കെങ്കിലും സമയം കാലമൊക്കെ നോക്കിയേ പറ്റൂ. ഇനി എന്ത് കാര്യം സീതമ്മേ? ഇനിയല്ലേ കാര്യം. ദാമ്പത്യത്തിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇനിയാ. ആദ്യ രാത്രി. അതിന് നേരും കാലമൊക്കെ നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി ബുദ്ധൂസേ? ശോ, എന്റെ സീതമ്മേ, ഇതാണോ മൂക്കി തൊടാൻ 3 മൈൽ വളഞ്ഞത്? ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ആദ്യ രാത്രിയില്ല, 2ാം രാത്രിയില്ല. ആദ്യം വേണ്ടതേ മനസമാധാനമാ. അതാദ്യം കിട്ടട്ടെ, എന്നിട്ട് ആലോചിക്കാം ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് വേണോന്ന്. അഞ്ജലി, സോറി സർ, പറഞ്ഞ സമയത്ത് അത് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ചില അസൗകര്യങ്ങളാണ്, വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങളാ. ഇല്ലില്ല, പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. 2-3 ദിവസത്തേക്ക് നേരിൽ കാണാൻ പറ്റില്ലെന്ന അസൗകര്യം മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചയാവുമ്പോൾ എന്റെ അസൗകര്യങ്ങളൊക്കെ അവസാനിക്കും. അതിനുശേഷം ചെയ്തു തീർത്തിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ആ ശരി. ഓക്കെ സാർ, ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രസാദിനോട്. എന്താ പുഷ്പൻ ചേട്ടാ? അതായത് നിന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ഓരോ തവണയും അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കി പോകുമ്പോഴും ഞങ്ങൾ അതിന് കണ്ട പ്രതിവിധി അഞ്ജലിയായിരുന്നു. ദൈവം സഹായിച്ച് അത് തന്നെ മംഗളകരമായിട്ട് നടന്നിപ്പോൾ. അച്ഛനും അമ്മയും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തേണ്ട കാര്യമായിരുന്നു. അതെങ്കിലും ആരെയും അറിയിക്കാതെയാ നിങ്ങൾ ആ ചടങ്ങ് നടത്തിയത്. നല്ല കാര്യം, അല്ലെങ്കിൽ നടന്ന കാര്യം. പക്ഷെ അവരുടെ സ്വപ്നം ഇങ്ങനെയൊക്കെ ഇവിടെ നടന്ന വിവരം അച്ഛനെയും അമ്മയും അറിയിക്കണം. നമുക്ക് ഇങ്ങോട്ട് വരുത്തണം അവരെ ഉടൻ തന്നെ. വേണ്ട പുഷ്പൻ ചേട്ടാ, തൽക്കാലം അത് വേണ്ട. വേണ്ടേ? അതെന്താ അങ്ങനെ പറയാൻ? അവർ വന്നാൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യിച്ച് കളയുമെന്നാണോ നിന്റെ പേടി? അതൊരിക്കലും ഇല്ല. അവർക്ക് ഞാൻ വിവാഹം കഴിക്കണമെന്നേ ഉള്ളൂ. അത് ആരായാലും ഓക്കെയാ. ഇവിടെ പക്ഷേ മുരളിയും ആതിരയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നേരെ ആയിട്ടില്ല പുഷ്പൻ ചേട്ടാ. അഞ്ജലിക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് അവളിപ്പോ എല്ലാത്തിലും സഹകരിച്ചു നിൽക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഏച്ചു കെട്ടി ബന്ധം. ഇപ്പോഴും ആരതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നീരസമുണ്ട്. അതൊക്കെ മാറി അവർ പരസ്പരം പ്രേമിച്ചു തുടങ്ങട്ടെ. എന്നിട്ട് മതി നമുക്ക് അച്ഛനമ്മയെ അറിയിക്കുന്നത്. നീ പറയുന്നതിലും കാര്യമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നീ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നുകൂടി ആലോചിക്കണം. നിങ്ങളുടെ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തേണ്ടവരാണ് അച്ഛനമ്മ. അതിനവർക്ക് സാധിച്ചില്ല. അതിന് നിനക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടും അവരോടൊരു വാക്ക് പറയുന്നില്ലെങ്കിൽ അതിനൊരു ന്യായീകരണവും ഇല്ല. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. പുഷ്പൻ ചേട്ടൻ അറിയാലോ അച്ഛൻ്റെ സ്വഭാവം. സംഘർഷം നിറഞ്ഞ ഇത്തരം ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇവിടെ വന്നു ചേർന്ന വഴക്കിന് നേരം കാണും. ആ ആരതിയുടെ നാവിനാണെ ബെല്ലും ബ്രേക്കും ഇല്ല. ആരോട് എന്ത് പറഞ്ഞു കളയുന്ന ഒരു നിശ്ചയമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അച്ഛനും അമ്മയും വന്നു വിട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്ന നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പുഷ്പൻ ചേട്ടാ. അറിഞ്ഞല്ലോ, നീ പറയുന്നതിൽ ന്യായമുണ്ട്. എങ്കിലും
നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ ആറ്റിനോട്ടിരിക്കുന്നവരാണ് അവര്. അതാണ് എന്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നത്. എനിക്കുണ്ട് അതേപോലെ വിഷമം മനസ്സിന്റെ ഉള്ളില്. എന്നാലും തൽക്കാലം അവരെ വരുത്തേണ്ട പുഷ്പം ചേട്ടാ. ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആരതിയും മുരളിയും യോജിപ്പിക്കുക എന്നുള്ളതാ. മുരളിയുടെ സ്റ്റാറ്റസ് അവൾക്ക് ബോധിച്ചിട്ടില്ല ഇതുവരെ. ഏതോ സ്വപ്നലോകത്താ അവള്. ആത്മാർത്ഥമായ മനസ്സിന് മുന്നിൽ ഒരു സ്റ്റാറ്റസിന് വിലയില്ലെന്ന സത്യം അവള് ബോധ്യപ്പെടണം. ഞാനും പുഷ്പം ചേട്ടനും കൂടി ചേർന്ന് വേണം അത് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം അച്ഛനെ അമ്മയും എപ്പോ കൊണ്ടുവരണമെന്ന്. ആലോചനയൊക്കെ നല്ലതാ. ഇത് പക്ഷേ ഗണപതി കല്യാണം പോലെ നാളെ നാളെ എന്ന് പറഞ്ഞ് നീണ്ടു പോകാതിരുന്നാൽ മതിയായിരുന്നു. എന്തു പറ്റാ? എനിക്ക് തോന്നി ഇതുപോലൊരു പബ്ലിക് സ്ഥലത്ത് വെച്ച് നിന്നോട് ഐ ലവ് യു എന്ന് പറയണമെന്ന്. പറ്റുമെങ്കിൽ ഒരു ഉമ്മയും തരും. എന്താ പ്രശ്നമുണ്ടോ നിനക്ക്? പ്രശ്നമേ ഉള്ളൂ. ഇതേ റോഡാണ്. ആ ബോധം ഉണ്ടാവണം ഹരിക്കുട്ടന്. അയ്യോ, അതിനെന്താ? ഇനിയിപ്പോ റോഡായാലും സ്റ്റേജ് ആയാലും ഏത് നരകമായാലും എനിക്ക് നിന്നോട് കൊഞ്ചാം, സംസാരിക്കാം, എന്തുവാ. നമ്മുടെ റൂട്ട് എല്ലാ അർത്ഥത്തിലും ക്ലിയറാ. എന്റെ സന്തോഷം അതിലൊന്നും അല്ല. വല്യച്ചിയുടെയും കുഞ്ഞേച്ചിയുടെയും ജീവിതം സേഫ് ആയതോർത്താ എന്റെ സന്തോഷം. ആ, അത് ശരി. അപ്പൊ നമ്മുടെ കാര്യത്തിൽ നിനക്ക് ചിന്തയില്ലെന്ന് അർത്ഥം. എന്റെ ഹരിയേട്ടാ, നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരുടെ കാര്യം അങ്ങനെയാണോ? ഒരു കൊടുങ്കാറ്റ് പോലെയല്ലേ കുഞ്ഞേച്ചിയുടെ താലി പ്രശ്നം പൊങ്ങി വന്നത്. നമ്മുടെ രണ്ട് കുടുംബങ്ങളും രണ്ട് പാത്രമാവുന്ന ഞാൻ കരുതിയേ. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് അതുണ്ടായില്ല. അതുകൊണ്ടെന്താ ഒന്നിനു പുറകെ രണ്ട് കല്യാണം നടന്നില്ലേ? അതെ അതെ, എല്ലാം കൊണ്ടും ഒരു കൊടുങ്കാറ്റ് അടങ്ങിയതുപോലെയായി. സത്യം പറഞ്ഞ കൃഷ്ണേട്ടനെ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന വല്യേച്ചി ഈ ജന്മത്തൊരു കല്യാണം കഴിക്കുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. ചെയ്തത് കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണെങ്കിലും അഞ്ജലി ചേച്ചിക്ക് ഒരു ജീവിതമായി എന്നുള്ളതാണ് ഒരു സത്യം. ആ ശരിയാ, അവർക്കൊക്കെ ജീവിതമായി. നമുക്കെപ്പോഴാ ഇനി ജീവിതം ഉണ്ടാവാൻ പോകുന്നേ? പറഞ്ഞാ മതി. നമുക്കിടയിൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നടക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ നടക്കുന്നത് വല്യേച്ചിയുടെ അനുഗ്രഹത്തോടെ മാത്രമായിരിക്കും. അതെനിക്ക് നിർബന്ധം. ചിട്ടിക്കട മുതലാളിയുടെ ഫോണാ. ഒരു മിനിറ്റേ, ഇവിടെ നിൽക്കാം. ഓട്ടോ വല്ലതും വരുമെന്ന് നോക്കാം നമുക്ക്. ഈശ്വര, ഇയാൾ ഇവിടെ വന്നല്ലോ. ചേച്ചി അച്ചോട്ടനെ തിരക്കിയാവും അയാൾ ഇവിടെ കറങ്ങുന്നത്. അയാളുടെ കൺമുന്നിൽ പെടാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ, കാത്തുകൊള്ളണേ. വേഗം പോവാം. ഈ സാധനങ്ങൾ കിട്ടിയാലേ അവിടെ ചടങ്ങുകൾ നടക്കും. ഹലോ, ഓർമ്മയുണ്ട് എന്നെ? ആ ഉണ്ട്. അന്നത്തെ കൂട്ടുകാരി എവിടെ? ഇപ്പൊ കൂട്ടുകാരി ഉപേക്ഷിച്ച് പുതിയ കൂട്ടുകാരനെ സംഘടിപ്പിച്ചോ? അത് അല്ല സാർ. സാർ നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമ്മ ഇവന്റ്സിലെ പ്രസാദേട്ടന്റെ അനിയനാണ്, ഹരി. ഓ, അന്ന് എക്സ് മേയർ ഉപേന്ദ്രവർമ്മ സാറിന്റെ മകളുടെ വിവാഹത്തിന് വെച്ച് കണ്ടിരുന്നു. ഓ, ഐ സീ. നൈസ് ടു മീറ്റ് യു. ഐ എം നാഥൻ. ചേട്ടനൊക്കെ സുഖം തന്നെയല്ലേ? സുഖമായിരിക്കും സർ. പിന്നെ പ്രസാദേട്ടന്റെ ഇവന്റ്സിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ചേച്ചി അറിയില്ലേ? അറിയാം, പറഞ്ഞറിയാം, പക്ഷെ കണ്ടിട്ടില്ല. ആ, പ്രസാദേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചു. ഓ, ഗുഡ് ന്യൂസ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അവർ നേരത്തെ തന്നെ കല്യാണം കഴിച്ചവരാണെന്നാ. ഇല്ല സർ, ജസ്റ്റ് നൗ.
അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില ചടങ്ങുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷോപ്പിങ്ങിലായിരുന്നു ഞങ്ങൾ. ഓട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വലിയ സന്തോഷം. ഏതായാലും കണ്ടതല്ലേ, ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഓട്ടോ കാത്തു നിന്ന് വെറുതെ മെനക്കെടണ്ട. മാത്രമല്ല, നവവധൂവരന്മാരെ എനിക്കൊന്ന് ആശംസിക്കുകയും ചെയ്യാമല്ലോ. ആ, അയ്യോ വേണ്ട സാർ, സാറിന് ബുദ്ധിമുട്ടാവും. ഇവിടെ പെട്ടെന്ന് ഓട്ടോ കിട്ടും. ഹരിയേട്ടാ, സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടി, കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമല്ലോ. അതെ അതെ. ആര്യ, സാറിന് ബുദ്ധിമുട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്കെന്താ പ്രയാസം? വാ വാ, വരൂ 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 വരൂ. Come on. ഈശ്വര, ഇയാള് വീട്ടിൽ വന്നിട്ട് നവദമ്പതികളെ കാണാൻ ആവശ്യപ്പെടും. പ്രസാദേട്ടനും ചേച്ചി ഇറങ്ങി വരും. ഇയാള് ചേച്ചിയെ കാണും. ചേച്ചിക്ക് മാത്രമല്ല, പ്രസാദേട്ടനും അത് അപകടമാവും. എന്താ ആലോചിച്ച് നിൽക്കുന്ന ആര്യ? വാ ഇങ്ങോട്ട്, സാറ് ക്ഷണിച്ചതല്ലേ. നമുക്ക് കാറിൽ പോവാം, വാ. കേറ്. ആര്യക്ക് സാറിനെ വേണ്ടത്ര പരിചയമില്ല, അതിൻ്റെ ഒരു മടിയുണ്ട്. ഏയ്, ഇറ്റ്സ് ഓക്കെ. സാർ ഇവിടെ തന്നെയാണോ? ഇടയ്ക്ക് നാട്ടിലേക്ക് പോകാറില്ലേ? ഇപ്പോൾ നാട്ടിൽ പോകാറായിട്ടില്ല. ഇവിടെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാനുണ്ട്, എന്നിട്ട് നാട്ടിലേക്ക് പോകൂ. സാറിനോട് എന്ത് പ്രശ്നങ്ങൾ? നമുക്ക് ഇടപെടാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളും ആണെങ്കിൽ. ഏയ്, സ്ട്രിക്ട്ലി പേഴ്സണൽ. ഓ, എന്നെ കബളിപ്പിച്ച് കിടന്ന ചിലരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാനാ. അതിനുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. അത് നന്നായി. നമ്മളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടരുത് സർ. കൂമ്പടച്ചെടി കൊടുക്കണം, അതാണ് അതിനുള്ള മറുപടി. കൊടുത്തു കളയാം, ആദ്യം കിട്ടട്ടെ. ഒരു 5 മിനിറ്റ്, ഞാൻ ദാ വരുന്നു. ശരി. മേഘനാഥൻ വീട്ടിലേക്ക് വരുന്ന വിവരം ചേച്ചിയെ വിളിച്ചറിയിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. സന്തോഷമുള്ള ഈ ദിവസത്തിന്റെ മൊത്തം മൂട് കളയാൻ ആ ഒരൊറ്റ കോൾ മതിയാവും. അവരുടെ പുത്തൻ ജീവിതത്തിൽ ഇപ്പോഴേ ഭയം കലരാൻ പാടില്ല. വരുന്നത് വരട്ടെ, വരും പോലെ കാണാം. എന്തുപറ്റി? പിണങ്ങിയിരിപ്പാണോ? എന്താ അത്ര വലിയ ആലോചന? ആലോചനയൊന്നുമില്ല. വലിയ തിരക്കുള്ള ആളല്ലേ അദ്ദേഹം. നമ്മൾ വെറുതെ അദ്ദേഹത്തിനൊരു ശല്യമാവണോ? കാറിൽ നിന്നിറങ്ങി നമുക്കങ്ങ് പോയാലോ? എന്തു പറയുന്നു? ഛേ, അത് ശരിയല്ല. നമ്മളെ വീട്ടിൽ വിടണമെന്ന് നമ്മളങ്ങോട്ട് ആവശ്യപ്പെട്ടല്ലോ. സാറ് നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് വന്നതല്ലേ. പിന്നെ അദ്ദേഹം അറിയാതെ ഇറങ്ങിപ്പോയാൽ അദ്ദേഹത്തെ കളിയാക്കുന്നതിന് തുല്യമാവും. മിസ്റ്റർ പ്രസാദിനും അഞ്ജലിക്കുള്ള എന്റെ വിവാഹ സമ്മാനമാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കണം. താങ്ക് യു സർ. പക്ഷേ സാറിൻ്റെ കൈ കൊണ്ട് തന്നെ ഏട്ടനും ഏട്ടത്തി അമ്മയ്ക്ക് ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും.